എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ ഞായറാഴ്ചത്തെ വ്ളോഗാണ്, അതായത് ഇന്നലത്തെ വ്ളോഗ്. അപ്പോൾ താമസിച്ചൊക്കെ ഞായറാഴ്ച വേണ്ടിയിട്ട് അമ്മയും ചേട്ടനും ഉണ്ട് വീട്ടിൽ. അപ്പോൾ ലേറ്റായിട്ടൊക്കെ എണീറ്റത് 8 മണിയൊക്കെ ആയായിരുന്നു. പിന്നീട് ആണ്ട് പുറത്ത് വന്നപ്പം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, കാരണം വെയിലും ഉണ്ട് എന്നാൽ മഴക്കോളും ഉണ്ട്. ആകാശം കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നീട് താഴെ തീ ഇടുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പുകയെല്ലാം വന്നിട്ടില്ല മഞ്ഞ് പോലെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഓടിപ്പോയി ഫോണെടുത്ത് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ വന്നപ്പോഴത്തേക്ക് ചേച്ചി അടുക്കളയിൽ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു, കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഏറ്റെടുത്തു, അത് ചേച്ചിയെ പറഞ്ഞു വിട്ടു. ഇട്ടിമണി അവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. അമ്മ ഇട്ടിമണിന്നാണ് ഞങ്ങൾ 3 പേരും വിളിക്കുന്നത്. 3 പേരല്ല, ഞങ്ങൾ 4 പേരും വിളിക്കും, തമാശയ്ക്ക് വിളിക്കുന്നതാ. അമ്മയുടെ പേര് കവിത എന്നാണ്. പിന്നീട് താണ്ടേ മോക്ക് പാല് മാറ്റണം. പിന്നീട് ഞങ്ങൾക്ക് അതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ചായ ഇടും. അങ്ങനെ കട്ടിക്ക് മോക്ക് പാല് കൊടുക്കാറില്ല, പെട്ടെന്ന് കഫം വരും പുള്ളിക്കാർക്ക്. ലേശം വെള്ളം ചേർത്ത് തന്നെ പാല് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് താണ്ടെ അവൾ എണീറ്റ് വന്ന് പോയി വാഴുവെന്ന് ഞാൻ ഇങ്ങോട്ട് അടുക്കളയിട്ട് വരുന്നതിന് മുമ്പേ പറയുന്നുണ്ട്, പക്ഷേ ഓടിങ്ങി വന്ന്. പിന്നീട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ആക്കി എടുക്കുകയൊക്കെ ചെയ്തൊന്ന് കൂളാക്കിയതിന് ശേഷം നമ്മൾ വാഴുവാനായിട്ട് വിടിയിപ്പിക്കും. പിന്നീട് അവൾ പേസ്റ്റൊക്കെ എടുത്ത് പല്ല് തേക്കും. ലാസ്റ്റ് നമ്മളൊന്ന് തേച്ച് നമ്മൾ കഴുകി കൊടുക്കണം, അല്ലേ പേസ്റ്റ് പൂർണ്ണമായിട്ടൊന്നും കഴുകി കളയത്തൊന്നുമില്ല. അപ്പം അങ്ങനെ ആക്കിയിട്ട് അവളെ പറഞ്ഞു വിട്ട് എന്നിട്ട് അവൾക്കുള്ള പാല് മാറ്റണം. കാരണം ഈ പാലും വെച്ചിട്ട് പോയാലും ഞാൻ നോക്കി നിൽക്കുമ്പോഴൊന്നും ഇത് തിളയ്ക്കില്ല. നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറുമ്പോഴായിരിക്കും ഇത് തിളച്ച് മറിഞ്ഞ് അവിടെ എല്ലാം വീഴുന്നത്. അങ്ങനെ താണ്ട് അവൾക്കുള്ള പാല് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞങ്ങൾക്കുള്ള ചായ ആക്കി. പിന്നെ കുറച്ച് നേരം ഇട്ട് ചായ തിളപ്പിക്കും, അതിൻ്റെ ആ ഒരു എല്ലാ കടുപ്പെല്ലാം ഇറങ്ങാൻ വേണ്ടി. പിന്നെ കറക്റ്റ് അളവായിരിക്കും നമ്മൾ വെക്കുന്നത്, അതുകൊണ്ട് തന്നെ പിന്നീട് എടുത്ത് വെക്കാനൊന്നും കാണത്തില്ല. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ചായ കൊള്ളത്തുമില്ല. പിന്നെ അന്ന് നമ്മൾ ഞായറാഴ്ചത്തേക്ക് നമ്മൾ കാപ്പിക്കും കാര്യങ്ങൾക്കും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നീട് അമ്മ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അപ്പം കപ്പ ഉടയ്ക്കാമെന്ന് കരുതി. എന്ന് വെച്ചാൽ തലേന്നത്തെ മീൻകറി ഇരിപ്പുണ്ട്, മോരുണ്ട്, ഇച്ചിരി ചോറ് കാണണം. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാം. പിന്നീട് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കത്തുള്ള ഫുഡ് ആരും കഴിക്കത്തില്ല, കാരണം നമ്മൾ ഇതൊക്കെ ആക്കി വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 11 മണി ഒക്കെ ആയായിരുന്നു. പിന്നെ ആരും ഉച്ചയ്ക്കത് കഴിക്കില്ല എന്ന് നമുക്കറിയാം. പിന്നെ ഇതെന്ന് വെച്ചാൽ തലേന്ന് ശനിയാഴ്ച രാത്രി ചേട്ടന് കപ്പ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അത് വെളിയിൽ തന്നെ വെച്ചിരുന്നത്, രാത്രി പുഴുങ്ങിയത്. രാത്രി എന്ന് വെച്ചാൽ ഒരു 12 മണിക്ക് എങ്ങാണ്ട് അമ്മ പുഴുങ്ങി എടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഞാൻ കഴിക്കുന്നതിനോടൊപ്പം ഞാൻ ചേച്ചിക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ കഴിച്ച് അത് തീർത്ത്. മറ്റേ കപ്പ വേവുന്നതിന് മുമ്പ് ഈ കപ്പ തീർത്ത് ഞങ്ങൾ 2 പേരുടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് അമ്മയ്ക്ക് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതാണ്ട് അവർ എന്തോ വലിയ ചർച്ചയില്ല, അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിക്ക് കൊണ്ട് കൊടുക്കുന്നു. കുഞ്ഞിന് വേണമെന്ന് ചോദിച്ച് അവൾക്കും വേണ്ടാന്ന് പറഞ്ഞ്, അമ്മയ്ക്കും വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ തന്നെ അത് നടന്ന് തിന്നപ്പോൾ അതങ്ങ് തീർന്ന്. അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ പാത്രവും കഴുകുന്നുണ്ട്. ഈ വരുന്ന പാത്രങ്ങൾ അമ്മ അങ്ങനെ കഴുകുന്നുണ്ട്. പിന്നെ അതെല്ലാം തിന്ന് തീർന്നപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് ഞാൻ പോയി. പിന്നീട് അവരെ ചർച്ച അപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നില്ല, ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഫോൺ അവിടെ വെച്ചിട്ട് ഞാനും പോവുകയും ചെയ്തു. ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരം പിന്നെ ഇതൊക്കെ കണ്ടത്. അങ്ങനെ അതാണ്ട് ചേച്ചി കഴിച്ചൊക്കെ തീർന്നിട്ട് അവിടെ നിന്നിട്ട് അമ്മ പാത്രമൊക്കെ അപ്പം വരുന്നത് കഴുകി വെക്കുന്നുണ്ട്. പിന്നെ ഡീപ്പായിട്ട് ഞാൻ ജോലിയെല്ലാം കഴിയുമ്പം ഞാൻ വൃത്തിയാക്കുമെന്ന് അമ്മയ്ക്കറിയാം. അപ്പോൾ വരുന്ന പാത്രങ്ങൾ അമ്മ കഴുകി വെക്കുന്നുണ്ട്. പിന്നീട് ചേച്ചി എടുത്തുകൊണ്ട് എന്തോ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ചീനി ഉടയ്ക്കുമ്പോൾ അരപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തോ പറയുവാന്ന് തോന്നുന്നു. അപ്പോൾ ചേച്ചി കൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ഈ ടൈമൊന്നും ഞാൻ അവിടെ ഇല്ല. ഞാൻ ഒന്നെങ്കിൽ മോളുടെ അടുത്തായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഞാനും മോളും കൂടെ ചെടിയുടെ പുറകെ ആയിരുന്നിരിക്കും. അങ്ങനെ താണ്ടെ ചെടിയുടെ പുറകെ തന്നെയായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞാൻ പിന്നെ അടുക്കളയിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ താണ്ടെ ചെടിയൊക്കെ, കാരണം നമ്മളിത് വെട്ടി കൊടുക്കണമല്ലോ. വെട്ടി കൊടുത്തില്ലെങ്കിൽ പൂ വന്നിട്ട് കുറച്ചായി. അപ്പോൾ വെട്ടിയില്ലെങ്കിൽ നമ്മൾ ആ ചെടി നശിക്കുക തന്നെ ചെയ്യും. വെട്ടിയിടുമ്പോഴാണല്ലോ പുതിയ ശിഖരങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് നന്നായിട്ട് വളരും. അപ്പോൾ അതിൻ്റെ ഒരു പൂ കുറച്ചായി നിൽക്കുന്നു. അപ്പോൾ ഞാനത് കളയണ്ടല്ലോ, എടുത്ത് ഇലയൊക്കെ വെട്ടി കളഞ്ഞിട്ട് നമ്മളെ ചെല്ലത്തിൻ്റെ തലയിൽ വെച്ച് കൊടുത്ത്. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, പൂ ഭയങ്കര ഇഷ്ടമാണ്. റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളെ വീട്ടിലുള്ളത് കൊണ്ടായിരിക്കും ഇഷ്ടം ഇത്രയും കൂടിയത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ഞാൻ പിച്ചി ഒന്നി അവളുടെ തലയിൽ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മേളിൽ വെക്കും. ഇത് രണ്ടിൽ
ഏതെങ്കിലും ഒന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ദാണ്ട ചേച്ചിയും അമ്മയും വന്ന് അമ്മ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ കൊടുത്ത്. ചേച്ചിക്കും ചെടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അതിങ്ങനെ പരിപാലിക്കാനും കാര്യങ്ങളും അതൊന്നും ആൾക്ക് ഇഷ്ടമല്ല എന്നല്ല, അങ്ങനൊന്നും ആൾ ചെയ്യത്തില്ല. പക്ഷേ അമ്മയ്ക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് നോക്കാനും ഇഷ്ടമാണ്. ചേച്ചിക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അവളിങ്ങനെ വന്ന് നോക്കി നിൽക്കും. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുത്താൽ കാര്യങ്ങളെല്ലാം നല്ലോണം ചെയ്യും. ചെടിയൊക്കെ കാണാനും എടുക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് ചെടിയുടെ എന്ത് കൊടുക്കണം, എന്ത് വളമിടണം അങ്ങനൊന്നും പുള്ളിക്കാരിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഞാനും അമ്മയുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്നത് എനിക്കാണ്. അപ്പം ഞാൻ ഇങ്ങനെ വേര് വന്ന മണി പ്ലാന്റ് എല്ലാം മണ്ണിനകത്ത് ഇങ്ങനെ താത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ താത്ത് വെച്ച് കൊടുക്കുമ്പോൾ ആ വേര് മണ്ണിലോട് ഓടിയിട്ട് അടുത്ത പുതിയ ശിഖരങ്ങൾ പൊട്ടി വരുമ്പോൾ ഇത് ബുഷായിട്ട് വളർന്നു വരും, അതിന് വേണ്ടിയിട്ട് ചെയ്യുകയെന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോഴത്തേക്ക് വേണ്ട അമ്മ ഒരിച്ചിരി പഴഞ്ചോറുണ്ടായിരുന്നു, അത് തൈരൊഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. കപ്പ ഉടച്ച് വെച്ചിട്ടുണ്ട്. മീൻ വറുത്തത് തലേന്ത്യ, മീൻ കറി വെച്ചതും തലേന്ത്യയാണ്. മോരും കപ്പ മാത്രമേ ഉള്ളൂ നമ്മൾ അന്ന് വെച്ചത്. പിന്നീട് അമ്മ അച്ചാർ, മാങ്ങ, ഇഞ്ചി, നാരങ്ങ നമ്മൾ ഓണത്തിന് ഇട്ടേണ്ടത് ബാക്കിയുണ്ടല്ലോ, അപ്പം അതെല്ലാം ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഉച്ചക്കത്തെ ഫുഡും രാവിലത്തെ ഫുഡും ഒരുമിച്ച് കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാം കഴിച്ച് കഴിഞ്ഞതാണ്ട് ബാക്കി കറികളൊക്കെ പറ്റിക്കാനായിട്ട് വെച്ച് നമ്മൾ അരപ്പ് ഇന്നലെ വെച്ചതുമാണ്, കരണ്ടിക്കിട്ട് ഇളക്കുന്നില്ല. അപ്പോൾ അത് പറ്റിച്ച് വെച്ചാൽ ഉച്ചയ്ക്ക് ആർക്കെങ്കിലും വിശക്കുന്നെങ്കിൽ എടുത്ത് കഴിക്കാം. പക്ഷെ ആരും തൊട്ടിട്ടില്ല എന്ന്. ഉച്ചയ്ക്ക് പിന്നെ ആരും ഫുഡ് കഴിച്ചിട്ടില്ല. മോൾക്ക് പിന്നെ വൈകുന്നേരം എങ്ങാണ്ട് അവൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ചപ്പം എന്നാൽ വിശക്കുന്നെന്നും പറഞ്ഞ് ഇച്ചിരി ചോറ് പിന്നെ അവൾക്ക് വൈകുന്നേരമാണ് കൊടുത്തത്. അതും അവൾ 2-3 ഉരുള തിന്നിട്ട് പിന്നെ വേണ്ടാന്ന് തന്നെ പറഞ്ഞു. പിന്നെ ഷടപടാന്നും പറഞ്ഞ് ജോലിയെല്ലാം ഒതുക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മളെ കപ്പയൊക്കെ എടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതെല്ലാം ചെറിയ പാത്രത്തിലാക്കി. കാരണം കുറച്ച് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വലിയ പാത്രത്തിൽ ഇട്ട് വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതെല്ലാം എടുത്ത് ചെറിയ പാത്രത്തിലാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് അടുക്കി പറക്കി വെക്കണം. അത് അങ്ങനെ വെച്ചില്ലെങ്കിൽ എനിക്കത് അങ്ങനെ വെച്ചെങ്കിലേ പിന്നെ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ. കാരണം അമ്മ അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി, പിന്നീട് വന്ന പാത്രങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിക്കുകയും സാധനങ്ങൾ ഒഴിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്ന പാത്രങ്ങളാണ്. പിന്നെ മേളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിരുന്ന തേയിലപ്പൊടിയും പഞ്ചാരയൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ച്. അപ്പോഴത്തേക്ക് മോൾ എന്തോ ആയിട്ട് വന്ന് കയ്യിലിട്ട് കൊടുക്കാൻ, അങ്ങനെ അവൾക്ക് അത് കയ്യിലിട്ട് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, എന്തെങ്കിലും ചോദിച്ചാൽ അവൾ വരും. ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ജോലിക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയുമ്പം അങ്ങ് പോവാറുണ്ട്. വഴക്കിനോ തല്ലിനോ എൻ്റെ അടുത്ത് നിൽക്കത്തില്ല. പിന്നെ സോപ്പിട്ട് നമ്മൾ ഗ്യാസൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. എന്നും ഗ്യാസ് ഇതുപോലെ ഞാൻ കഴുകും. എന്നിട്ട് നനഞ്ഞ തുണി കൊണ്ട് നല്ലോണം തുടച്ചെടുത്തിട്ട് പിന്നെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നല്ലോണം തുടച്ച് വൃത്തിയാക്കി വെക്കുക. അങ്ങനെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പിടിച്ചിട്ടില്ല. ഇത് വാങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷം എങ്ങാണ്ടായി, ഒന്നീ 10 അല്ലെങ്കിൽ 11 അത്രയും ആയിട്ടുണ്ട് ഇത് മേടിച്ചിട്ട്. നമുക്കിതുവരെ മാറ്റേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അന്ന് മുതൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഒഴിഞ്ഞ നെയ്യിൻ്റെ പാട്ട ഉണ്ടായിരുന്നു, മാങ്ങാച്ചാർ ഒരു ബോട്ടിൽ തീർന്നതുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ സോപ്പ് വെള്ളം, പാത്രങ്ങൾ കഴുകുന്നതിന് മുമ്പ് സോപ്പ് വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിച്ച് വെച്ച്. കാരണം ഈ പാത്രങ്ങളെല്ലാം കഴുകി തീരുമ്പോഴത്തേക്ക് അത് ഒരുവിധം ആവുമല്ലോ, അപ്പം തന്നെ കഴുകി എടുക്കുകയും ചെയ്യും. അങ്ങനെ അതിനകത്ത് ആദ്യമേ സോപ്പ് വെള്ളവും കാര്യങ്ങളും എല്ലാം നിറച്ച് സെറ്റാക്കി മാറ്റി വെച്ച്. എന്നിട്ട് ഞാൻ പാത്രം ഇങ്ങനെ തിരഞ്ഞാണ് വെക്കുന്നത്. പ്ലേറ്റ് ഇത്രയും കൂടെ ഒരു സെറ്റ് മാറ്റി വെക്കും. കുഞ്ഞു പാത്രങ്ങൾ, കപ്പ്, കിണ്ണി, കരണ്ടി അങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം സിങ്കിൽ തന്നെ ഇടും. പിന്നെ നമ്മൾ ഈ ചോറ് വെക്കുന്ന കലം പോലുള്ള സാധനങ്ങളൊക്കെ കാണുമല്ലോ, അതെല്ലാം ഒരു തത്തി ഇങ്ങനെ അടുക്കി പറക്കി വെക്കും. ആദ്യം ചെറുത് കഴുകും, ചെറുതും പ്ലേറ്റ് കാര്യങ്ങൾ അത് ഇത്രയും കഴുകി മാറ്റിയതിന് ശേഷം അവസാനം ഈ കലവും കാര്യങ്ങളും എല്ലാം കഴുകി എടുത്ത് വെക്കുന്നത്. അങ്ങനെ ഓരോന്ന് കഴുകി മാറ്റുന്നതനുസരിച്ച് അടുക്കി പറക്കി അങ്ങോട്ട് വെക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരുമിച്ച് എല്ലാം കൂടെ ചരുവത്തിലോട്ട് അടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ അലൂമിനിയം ചരുവമൊക്കെ കരി പറ്റുന്നില്ലെങ്കിലും നല്ലോണം ബലം പിടിച്ച് തേച്ചില്ലെങ്കിൽ അതിൻ്റെ നിറം മാറിപ്പോവും, ഒരു മങ്ങൽ പോലെ വരും. അപ്പം എടുക്കുമ്പോൾ കരി പറ്റിയില്ലെങ്കിലും നല്ല വൃത്തിക്ക് നല്ല ബലം കൊടുത്ത് തേച്ച് മിനുക്കി വെക്കാറുണ്ട്. കാരണം അത് ഉണങ്ങി കഴിയുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അങ്ങനെ നമ്മൾ തേച്ച് വെക്കുമ്പോൾ. പിന്നീട് നമ്മൾ ആദ്യമേ പാട്ടയിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കഴുകി വൃത്തിയാക്കി അതും പാത്രത്തിൻ്റെ കൂടെ തന്നെ കമത്തി വെച്ച്. കുറച്ച് കഴിയുമ്പോൾ വെള്ളം നമുക്ക് മാറ്റി കമത്തി വെക്കാമല്ലോ. 2 ദിവസം എന്തായാലും 1 ദിവസം 2 ദിവസം എടുക്കും അതിൻ്റെ ഉള്ളെല്ലാം ഒന്ന് ഉണങ്ങി വരാൻ. ഞാൻ പിന്നെ വെളിയിലോട്ട് വെച്ചില്ല, കാരണം ആ പാട്ട കൊണ്ട് പെട്ടെന്ന് അത്യാവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കി അങ്ങനെ തന്നെ വെച്ചത്. പിന്നെ അവിടെ എല്ലാം വൃത്തിയാക്കി തറയൊക്കെ തൂത്ത്. പിന്നെ ഇതാണ് എൻ്റെ ട്രൈപോഡ്. ഈ ചെടിക്കകത്ത് ആ കമ്പിൻ്റെ സപ്പോർട്ടിൽ ഞാൻ ഫോൺ വെക്കും.
നോക്കും, എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നീട് ഒരു മാവ് പാട്ടയുണ്ട്, അതെടുത്ത് കസാരയെ വെച്ചിട്ടാണ് ഈ ചെടിയുടെയൊക്കെ വിഷ്വലും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെയാണ്, കാരണം ട്രൈപ്പോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലോണം വീഡിയോ കിട്ടാറുമുണ്ട്. അങ്ങനെ അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ വീഡിയോ ഫോൺ ഇങ്ങനെ ചരിക്കുകയും എടുക്കുകയും ചെയ്യുന്നത്. കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഫോൺ അങ്ങോട്ട് നോക്കിയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഇത് ഇങ്ങോട്ട് തിരിക്കണം. അപ്പം ഞാൻ ചെന്ന് ചെടിച്ചട്ടി ഒന്ന് തിരിച്ചു കൊടുക്കും. അങ്ങനെ ദാണ്ട് അടുക്കളയെല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദാണ്ട് അകത്തോട്ട് വന്ന് നല്ല കുളമായി കിടക്കും. കാരണം ഡൈനിങ് ടേബിളൊന്നും ഞാൻ തുടച്ചിട്ടില്ല. അമ്മ തുടയ്ക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞ് തുടയ്ക്കേണ്ട, ഞാൻ വന്ന് വൃത്തിയാക്കിക്കോളാം, അടുക്കള വൃത്തിയാക്കിയിട്ട് വന്നിട്ട് വൃത്തിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് പെരയെല്ലാം അടിച്ച് വാരി തൂക്കണം, ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കണം, ചവിട്ടിയൊക്കെ നല്ലോണം നീറ്റാക്കി ഇടണം. അങ്ങനെ കുറച്ച് ദാണ്ട് ബാൽക്കണിയിൽ ചെടിയൊക്കെ വെട്ടിയതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയാൽ പിന്നീട് ജോലിയൊന്നും ഇല്ല. കാരണം ചോറും കൂടെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അതെടുത്ത് ഊറ്റിയാൽ മതി. കുറച്ച് കറിയൊക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊക്കെ മതി. അങ്ങനെ ദാണ്ടേ അമ്മാമ്മയും മോളും അവിടെ കിടപ്പുണ്ട്. അങ്ങനെ അവരെ പൊക്കി എണീപ്പിച്ച് അവളെ ഹോംവർക്ക് എഴുതാനായിട്ട് ഇരുത്തി. അവളിരുന്ന് ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് പെരയെല്ലാം തൂത്ത് നീറ്റാക്കി. പെര തൂത്ത് കഴിയുമ്പോൾ തന്നെ പകുതി ജോലി ഒഴിയുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം തുണി അഴുവൊക്കെ ചേച്ചിയാണ്, ഈ അടുക്കള കാര്യങ്ങൾ മൊത്തം ഞാനും അങ്ങനെയാണ് ഞങ്ങൾ അടുക്കളയിൽ പെര തൂപ്പ് തുടപ്പ് അടുക്കളയിൽ വെക്കുന്നത് എല്ലാം ഞാനാ. തുണി കഴുകലും കാര്യങ്ങളും തുണി പറക്കിക്കൊണ്ട് വരുന്നത് അവരവരത് മടക്കി വെക്കുന്ന ഡ്യൂട്ടി എല്ലാം ചേച്ചിക്കാണ്. പിന്നെ മോളെ പഠിപ്പിക്കുന്നതും ചേച്ചിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ വന്ന് ഇട്ടിമണിയുടെ നഖം വെട്ടിക്കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ വരുമ്പോഴാണ് ഞാൻ വെട്ടിക്കൊടുക്കുന്നത്, അല്ലാതെ അമ്മയ്ക്ക് അവിടെ വെട്ടാനൊന്നും സമയം കിട്ടാറില്ല. അപ്പം ചേട്ടന് അമ്മ വെട്ടിക്കൊടുക്കും, അമ്മയ്ക്ക് ഞാനാണ് വെട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ നഖമൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ലിക്വിഡ് പോലിരിക്കുന്ന നെയിൽ പോളിഷ് ഉണ്ടല്ലോ, ഒരു ജെല്ല് പോലിരിക്കുന്ന, അത് കളറില്ല, വൈറ്റ് പോലെ, നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തുമില്ല. ഒരു നെയിൽ പോളിഷ് പോലെ തന്നെ നമ്മൾ ക്യൂട്ടസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ നമ്മളൊരു ഇതിന് വേണ്ടി ഇടും. അങ്ങനെ ദാണ്ട് നഖമെല്ലാം വൃത്തിയാക്കി നല്ലോണം തുടച്ചിട്ട് ഞാൻ അത് ഇട്ട് കൊടുത്തത്. അതാകുമ്പോൾ പെട്ടെന്ന് അഴുക്ക് വെള്ളമൊക്കെ കുറച്ചൊക്കെ പിടിച്ച് നിർത്താൻ പറ്റും. അങ്ങനെ അത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇല്ലായിരുന്നു, കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ മെനഞ്ഞാന്നെങ്ങാണ്ട് ഞങ്ങൾ കടയിൽ പോയപ്പോൾ ഞങ്ങൾ പിന്നെ അത് മേടിച്ച് അങ്ങനെ അതൊക്കെ ഇട്ട് അമ്മയെ സുന്ദരിയാക്കി. അങ്ങനെ അമ്മയും ചേട്ടനും സൈറ്റിലോട്ട് പോയി. ഉച്ച തിരിഞ്ഞപ്പോഴത്തേക്ക് സൈറ്റിൽ പോകാൻ അവർക്ക് ശമ്പളമൊക്കെ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ രാവിലെ കഴുകി വെച്ച പാത്രം ഒന്നും തൊട്ടിട്ടില്ലായിരുന്നു. അതെല്ലാം അടുക്കി പറക്കി അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെച്ച് അപ്പോഴത്തേക്ക് വീണ്ടും നല്ല മഴക്കോള് കയറി വരുന്നുണ്ട്. അത്യാവശ്യം കാറ്റും ഉണ്ടായിരുന്നു, വലിയ കാറ്റല്ല എന്നാലും ചെറിയ രീതിയിൽ കാറ്റുണ്ടായിരുന്നു. പക്ഷേ ചൂടിനൊന്നും ഒരു കുറവുമില്ല, നല്ല രീതിയിൽ ചൂടും ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ദാണ്ടേ ചേട്ടനും അമ്മയും കൂടെ വന്ന് ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നു. ഇവർ തമ്മിൽ പിണങ്ങിയിട്ടാണ് പോയത്, ചേട്ടനും മാമനും മോളും പിണങ്ങിയിട്ടായിരുന്നു പോയത്. ഐസ്ക്രീം കണ്ടിട്ട് അവളെ പിണക്കവും കാര്യങ്ങളൊക്കെ മാറി, പിന്നെ സെറ്റായി അവർ രണ്ടുപേരും. അങ്ങനെ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഓടിപ്പോയി അവളത് ഫ്രിഡ്ജിൽ വെക്കും. നമ്മളങ്ങനെ കൊടുക്കാറില്ല, കാരണം പനി വരുമോയെന്ന് പേടിയാണ്. അങ്ങനെ പിണക്കം മാറ്റാനായിട്ട് ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത്. പിന്നീട് 2 ബർഗർ അവർ വാഴയ്ക്കപ്പം രതീഷിനെ വാങ്ങാൻ പോയത്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് കടയെല്ലാം അവധിയായിരുന്നു. അങ്ങനെ ബർഗർ വാങ്ങി. അപ്പോഴത്തേക്ക് ദാണ്ട് ചേച്ചി ചായ ഇടാൻ കയറിയിട്ടുണ്ട്. അങ്ങനെ ചായ വരുന്നതിന് മുമ്പ് മാമനും മോളും അത് കഴിക്കാൻ തുടങ്ങി. കാരണം 2 ഉള്ളായിരുന്നു, കാരണം വാഴയ്ക്കപ്പം കിട്ടിയില്ലായിരുന്നു. അപ്പം പിന്നെ അൽബൂരി അതിന് പകരം വാങ്ങി. അപ്പം ഇവർക്ക് 2 പേർക്കും കൂടെ ആ ബർഗർ വാങ്ങിയത്, മോൾക്കും ചേട്ടനും കൂടെ ആ ബർഗർ വാങ്ങിയത്. 2 മതി, ഞങ്ങൾക്ക് രതീഷാണ് ഇഷ്ടം, അപ്പോൾ അത് മേടിക്കാം. അപ്പോഴേ കട തുറന്നിട്ടില്ലായിരുന്നു. പിന്നീട് അവർ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു അത് മുറിക്കേണ്ട, അത് ചീത്തയാവുന്നു. അങ്ങനെ പിന്നെ അമ്മ മുറിച്ച്, കാരണം ഇവൾ അതിനകത്തിരിക്കുന്ന ആ ഇല അത് കഴിക്കൂല. അവൾ അല്ലാതെ ബന്നും ആ ചിക്കൻ്റെ ഇതും മാത്രമേ അവൾ കഴിക്കത്തുള്ളൂ. അവൾക്ക് കിട്ടുന്നില്ല, കടിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ മുറിച്ച് അമ്മ ആ ഇലയും കാര്യങ്ങളും എല്ലാം ആയിട്ട് ചേട്ടന് കൊടുത്ത്, മറ്റേത് മുറിച്ചത് അവൾക്കും കൊടുത്ത്. അങ്ങനെ അവൾ അതും അവിടെ ഇരുന്ന് കഴിച്ച്, ചേട്ടനെ അവിടെ ഇരുന്ന് അതും കഴിച്ച്. പിന്നീട് ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഊഴുമായിരുന്നു. ഒരു ബർഗർ ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു, ഞാനും അമ്മയും ചേച്ചിയും കൂടെ കഴിച്ചു. ഒരു ബർഗർ ചേട്ടനും മോളും കൂടെ കഴിച്ച്. അങ്ങനെ അമ്മ കഴിച്ചിട്ട് ചേച്ചിക്ക് കൊടുത്ത്. അമ്മ ഒരു കടിയും കണ്ടേ കഴിച്ചോളൂ, പിന്നെ ഞങ്ങളുടെ അടുത്ത് കഴിച്ചോളാൻ പറഞ്ഞ്. അങ്ങനെ ചേച്ചി കഴിച്ചിട്ടും കൊള്ളാമെന്ന് പറഞ്ഞ്. പിന്നീടുള്ള ഊഴം എനിക്കായിരുന്നു. അപ്പം മോൾ അവിടെ നിന്ന് പറയും, ഇങ്ങനെ കടിയമ്മ, ഇങ്ങനെ കടിയെന്ന്. അങ്ങനെ ഞാനും കഴിച്ചു നോക്കി.
കൊള്ളായിരുന്നു, കുഴപ്പമില്ല. നമ്മൾ ആ കടയിൽ നിന്ന് ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. പിന്നീട് ഓരോ ഗ്ലാസ് ചായയും കുടിച്ച് നമ്മൾ രാവിലെ 11 മണിക്ക് കഴിച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കുന്നത് അപ്പോഴായിരുന്നു. അപ്പോഴത്തേക്ക് ദാണ്ടെ പുറത്ത് നല്ല തകർത്ത് മഴ പെയ്യുന്നു. അങ്ങനെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയുടെ ശക്തിയൊക്കെ ഒന്ന് കുറഞ്ഞ് പിന്നീട് കുഞ്ഞു കുഞ്ഞായിട്ട് ചാറിയൊക്കെ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ ഫാമിലിയെയും നമ്മളെ ഈ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നല്ല നല്ല വീഡിയോസായിട്ടും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടും ഇനിയും വരാം. അപ്പോൾ ഓക്കെ, ബൈ.